എന്തുകൊണ്ടാണ് നമുക്ക് ചില ശീലങ്ങൾ മാറ്റാൻ ഇത്ര പ്രയാസം? എങ്ങനെയാണ് ചിലർക്ക് പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കാൻ കഴിയുന്നത്? ഇതിനെല്ലാം കാരണം ന്യൂറോപ്ലാസ്റ്റിസിറ്റിയാണ്. നമ്മുടെ തലച്ചോറിൽ കോടിക്കണക്കിന് ന്യൂറോണുകളുണ്ട്. ഇവ പരസ്പരം സന്ദേശങ്ങൾ കൈമാറുന്നത് സിനാപ്സ് എന്ന വിടവിലൂടെയാണ്. ന്യൂറോൺസ് ദാറ്റ് ഫയർ ടുഗെദർ വയർ ടുഗെദർ എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അതായത് നമ്മളൊരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ ആ ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധം ശക്തമാവുകയും അതൊരു ശീലമായി മാറുകയും ചെയ്യുന്നു. ഉപയോഗിക്കാത്ത ന്യൂറൽ കണക്ഷൻസ് കാലക്രമേണ ഇല്ലാതാകുന്നു. ദ നൺ സ്റ്റഡി. അമേരിക്കയിലെ സ്കൂൾ സിസ്റ്റേഴ്സ് ഓഫ് നോട്ടർഡാം എന്ന സഭയിലെ 678 സന്യാസിനികളെയാണ് പഠനവിധേയമാക്കിയത്. ഒരേപോലെയുള്ള ആഹാര രീതിയും ജീവിത സാഹചര്യങ്ങളും പിന്തുടരുന്നവരായതുകൊണ്ടാണ് സന്യാസിനികളെ ഈ പഠനത്തിനായി തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ മറ്റു ബാഹ്യ ഘടകങ്ങൾ പഠനത്തെ ബാധിക്കില്ല. സന്യാസിനികളുടെ ജീവിത രീതികൾ നിരീക്ഷിക്കുകയും അവർ മരിച്ചതിനു ശേഷം അവരുടെ തലച്ചോർ ശാസ്ത്രീയ പരിശോധനയ്ക്കായി വിട്ടു നൽകുകയും ചെയ്തു. ചില സിസ്റ്റേഴ്സ് മരിക്കുമ്പോൾ 90നും 100നും ഇടയിൽ പ്രായമുണ്ടായിരുന്നു. അവരുടെ ബ്രെയിൻ പരിശോധിച്ച ശാസ്ത്രജ്ഞന്മാർ ഞെട്ടിപ്പോയി. കാരണം അവരുടെ ബ്രെയിനിൽ അൾഷിമേഴ്സ് രോഗത്തിന്റെ എല്ലാ ലക്ഷണങ്ങളുമായ പ്ലാക്സ് ആൻഡ് ടാങ്കിൾസ് ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഇത്രയും രോഗലക്ഷണങ്ങളുള്ള ഒരാൾക്ക് ഓർമ്മശക്തിയോ സംസാരശേഷിയോ ഉണ്ടാകില്ല. എന്നാൽ ഈ സിസ്റ്റേഴ്സ് മരിക്കുന്നതുവരെ അതീവ ബുദ്ധിശക്തിയുള്ളവരും ദൈനംദിന കാര്യങ്ങൾ തനിയെ ചെയ്യുന്നവരുമായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഇവിടെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ റോൾ വ്യക്തമായത്. ഈ സിസ്റ്റേഴ്സ് ജീവിതകാലം മുഴുവൻ വായനയിലും എഴുത്തിലും പസിലുകൾ സോൾവ് ചെയ്യുന്നതിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലും സജീവമായിരുന്നു. അവരുടെ ബ്രെയിനിന്റെ ഒരു ഭാഗം രോഗം മൂലം നശിച്ചുകൊണ്ടിരുന്നപ്പോഴും നിരന്തരമായ പഠനത്തിലൂടെ അവർ പുതിയ ന്യൂറൽ കണക്ഷൻസ് നിർമ്മിച്ചുകൊണ്ടിരുന്നു. ഇതിനെയാണ് കോഗ്നിറ്റീവ് റിസർവ് എന്ന് പറയുന്നത്. ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ ഗുണങ്ങൾ. ഏതു പ്രായത്തിലും പുതിയ ഭാഷകളോ സ്കില്ലുകളോ വേഗത്തിൽ പഠിച്ചെടുക്കാൻ സഹായിക്കുന്നു. സ്ട്രോക്ക് അല്ലെങ്കിൽ ബ്രെയിൻ ഇഞ്ചറി ഉണ്ടായവർക്ക് നഷ്ടപ്പെട്ട സംസാരശേഷിയും ചലനശേഷിയും പുതിയ ന്യൂറൽ കണക്ഷൻസിലൂടെ തിരിച്ചുപിടിക്കാൻ ന്യൂറോപ്ലാസ്റ്റിസിറ്റി സഹായിക്കുന്നു. പഴയ മോശം ശീലങ്ങളെ മാറ്റാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും മാനസിക സമ്മർദ്ദങ്ങളെ മികച്ച രീതിയിൽ നേരിടാനും സഹായിക്കുന്നു. പ്രായമാകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഓർമ്മക്കുറവ്, ഡിമെൻഷ്യ തുടങ്ങിയ പ്രശ്നങ്ങളെ തടയാനും തലച്ചോറിനെ എപ്പോഴും ചെറുപ്പമായി നിലനിർത്താനും ഇത് സഹായിക്കുന്നു. എപ്പോഴാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി കുറയുന്നത്? പ്രായം കൂടുന്തോറും പുതിയ ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാകാനുള്ള വേഗത കുറയുന്നുണ്ടെങ്കിലും 90 വയസ്സിൽ പോലും തലച്ചോറിന് മാറാൻ കഴിവുണ്ട്. ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് അമിതമായ മെന്റൽ സ്ട്രെസ്, ഉറക്കമില്ലായ്മ, പുകവലി, മദ്യപാനം, ലഹരി ഉപയോഗം എന്നിവ. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എങ്ങനെ വർദ്ധിപ്പിക്കാം? പുതിയ ഭാഷയോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സോ പഠിക്കുന്നത് തലച്ചോറിൽ പുതിയ ന്യൂറൽ പാത്വേ നിർമ്മിക്കുന്നു. സ്ഥിരമായി ഉപയോഗിക്കാത്ത കൈ ഉപയോഗിച്ച് പല്ല് തേക്കുകയോ എഴുതുകയോ ചെയ്യുക. ചെസ്, സുഡോക്കു, റുബിക്സ് ക്യൂബ് എന്നീ ഗെയിമുകൾ കളിക്കുക. കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ സ്വന്തമായി കണക്ക് കൂട്ടുക. മെഡിറ്റേഷൻ, ബ്രീതിങ് എക്സസൈസ്, ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമാണ് നാളത്തെ നമ്മുടെ ബ്രെയിനിന്റെ ഘടന തീരുമാനിക്കുന്നത്. നല്ല ശീലങ്ങൾ വളർത്തിയെടുത്ത് ആഗ്രഹിച്ച വിജയം നേടാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. This is Selfie. Look into yourself and transform your life.